എല്ലാവരും ഒരു മേലധികാരി ആയതിനു ശേഷമാണ് കുറ്റവാളിയെ അന്വേഷിക്കുക. എന്നാൽ ഞാൻ കുറ്റവാളിയെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ കസേരയിലിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാനുള്ള സമയമില്ല. യു ജസ്റ്റ് ഹാവ് ടു ബിലീവ് മീ. ഷുവർ സർ. ബിക്കോസ് ഐ ബിലീവ് ഇൻ യു. ഓർഗനൈസ്ഡ് ക്രൈം യൂണിറ്റിന്റെ ASP ആയിട്ട് മാത്രമല്ല, ഈ ടീം തന്നെ വേണമെന്ന് ഞാൻ അധികാരികളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. താങ്ക് യു സർ. ഈ 3 പേരും സൊസൈറ്റിയിൽ വലിയ പുള്ളികളാണ്. ബട്ട് ആക്ച്വലി എ ബിഗ് ത്രെറ്റ് ടു അവർ സൊസൈറ്റി. നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്ന ജോബ് ഇവന്മാരെ 24/7 ഷാഡോ ചെയ്ത് ഇവന്മാർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എത്രയും വേഗം കളക്ട് ചെയ്യുക എന്നതാണ്. ഷുവർ സർ. സാറ് പറഞ്ഞതുപോലെ 600 കോടി രൂപ 3 പേരും കൈമാറിയതുള്ളതാണ് സാർ. പണം സിസ്സയ്ക്ക് ട്രാൻസ്ഫർ ആക്കാൻ പോവുകയാണ്. 3 പേരും മൗറീഷ്യസിലേക്ക് കടക്കാനിരിക്കുകയാണ്. ഇത്രേ അറിയുള്ളൂ സാർ, വേറൊന്നും അറിയില്ല. ഡിസംബർ 10-ാം തീയതി 3 പേരുടെയും അക്കൗണ്ട്സും ചേർത്ത് നിയർലി 750 crores ഞങ്ങളുടെ മൊറീഷ്യസ് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും പ്രഷർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ റിവീൽ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ സർ. താങ്ക് യു. 5% വരുന്ന പാവം പിടിച്ച രോഗികൾ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇവിടെ ഇടയില്ല. ബാക്കി വരുന്ന 95% രോഗികൾ വെയിറ്റിംഗ് സ്റ്റേജിൽ തന്നെ ക്യാൻസർ കൂടുക. സിവിയർ ആകുന്ന സ്റ്റേജിന് ഇന്ത്യയിൽ മരുന്നും കിട്ടാനില്ല. എല്ലാം ഫോറിൻ മരുന്നുകളാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യൻ കമ്പനികളും ഫോറിൻ കമ്പനികളും ടൈപ്പ് ആയിക്കൊണ്ട് ഒത്തുകളിക്കുന്നത്. വരുന്ന ഡിസംബർ 10 മീറ്റിങ്ങിന് എല്ലാവരുടെയും തലയിലെടുത്ത് മാറ്റും. അതിനെപ്പറ്റി നീ ചോദിച്ച ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിനകത്തുണ്ട്. എന്തായാലും ഏഞ്ചലീന വന്ന് ഈ ഫയലിനകത്ത് ഒപ്പിടട്ടെ. അതിനുശേഷം ഒരുത്തിനൂടെ അനങ്ങാൻ പറ്റത്തില്ല. 2.5 ലക്ഷത്തിൻ്റെ മരുന്ന് വെറും 8,000 രൂപയ്ക്ക് കിട്ടും. 50 രൂപയുടെ മരുന്ന് വെറും 1 രൂപയ്ക്ക് കിട്ടും നമുക്ക്. ഇത് നടക്കണം സാർ. ആഞ്ചലീന എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഹോട്ടലിലേക്ക് വന്നു. സാർ, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ഡോക്ടർ. ഷുവർ സാർ. സാർ മേഡം വന്നിട്ട് 1 മണിക്കൂറായി. റൂമിലുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിരുന്നു. സാർ വന്ന് കാണുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. ഹായ്. ഹായ് മാം. ലാസ്റ്റ് ഇയർ എൻ്റെ ഡാഡി ഒരു മെഡിക്കൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ വന്നിരുന്നപ്പോൾ വെറും ഒരു ടൂറിസ്റ്റ് ആയിട്ടായിരുന്നു ഞാൻ അവിടെ വന്നത്. ക്യാൻസറിന് ട്രീറ്റ്മെന്റ് കിട്ടാണ്ട് മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള അത്യാവശ്യമായ K27 എന്ന ക്യാൻസർ മരുന്ന് 20 years pets and rights എന്ന പേരിൽ അധിക ലാഭത്തിൽ വെക്കുന്നു എന്നൊരു റിഗ്രറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ മാനേജറായപ്പോൾ ആ മരുന്നിന്റെ പേറ്റൻസ് ബ്രേക്ക് ചെയ്ത് ജനറിക് മെഡിസിൻ ആയിട്ട് പുവർ പീപ്പിളിന് യൂസ്ഫുൾ ആയിരിക്കണമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഒരാളുടെ പരിശ്രമം കൊണ്ട് ആ പേറ്റന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാവർക്കും അത് നിർത്തിവെക്കേണ്ട സാഹചര്യം വരും. എല്ലാ മരുന്നുകളും വലിയ അളവിൽ തന്നെ കുറയും. എന്നാൽ ഇന്ത്യയുടെ ഡ്രഗ് മാഫിയ അതിന് സമ്മതിക്കില്ല. ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഞങ്ങളുടെ ഇന്ത്യൻ അഡ്വൈസർ സിദ്ധാർത്ഥ്. ഡു യു നോ ഹൂ ഹി ഈസ് ടോക്കിംഗ് ടു? ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ജെയിംസ് ആൻഡർസൺ. ഇന്നലെ ഇവർ തമ്മിൽ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ എടുത്ത ഫോട്ടോ ആണിത്. ആക്ച്വലി സിദ്ധാർത്ഥിന്റെ ബിനാമികൾ മൂലം 1300 കോടി ഇവിടെ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആകാൻ പോവാണ്. ഇവരുടെ മീറ്റിംഗിനും പണത്തിന്റെ ട്രാൻസ്ഫറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവോ? പറയൂ. ഡെഫിനറ്റ്ലി. സിദ്ധാർത്ഥ ഫാർമസ്യൂട്ടിക് കമ്പനി എന്റെ കമ്പനിയായിട്ട് മെർജ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്ത കൊണ്ട് ആൻഡ്രൂസിനുമായി ചേർന്ന് 51% ഷെയർ വാങ്ങി അവർ ഒറ്റക്കെട്ടായി നിന്നു. യു നോ, നാളെ നിങ്ങളുടെ ജീവന് പോലും ആപത്തുണ്ടാവും. വിഷമിക്കാതിരിക്കൂ. നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. താങ്ക് യു. നാളെയാണ് ഡിസംബർ 10. നമ്മൾ ടീമായിട്ട് ഫോം ചെയ്തതിന് അർത്ഥമുണ്ടാവുന്ന ദിവസം. ഓരോ പാവപ്പെട്ട രോഗിയുടെയും ആയുസ് കൂട്ടുന്ന ദിവസം. അതുകൊണ്ട് ഏഞ്ചലീന മീറ്റിംഗ് സേഫായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നടക്കൂ. ഏഞ്ചലീനയെ കൊന്നുകളഞ്ഞിട്ട് അവരുടെ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ബാങ്ക് വഴിയും ഹവാല വഴിയും 1300 കോടി രൂപയാണ് ട്രാൻസ്ഫർ ആവാൻ പോകുന്നത്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് 2 സ്ട്രാറ്റജീസ് ആണ്. ഒന്ന്, ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ ആ ഏഞ്ചലീനയെ സുരക്ഷിതമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത്, ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നത് വഴി ആ 1300 crores ട്രാൻസ്ഫർ ആവാതെ തടയുക എന്നത്. നാളെ രാവിലെ തന്നെ ഇവരെ 3 പേരെയും ഒരേ സമയത്ത് അറസ്റ്റ് ചെയ്യണം. Hi Stephen. Hi. Nice. How are you? Good to see you. Sure. Welcome. എന്തു പറ്റിയടാ? അതിരാവിലെ വിളിക്കുന്നു. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചായിരുന്നു. എന്താ കാര്യം? ഇതേ ഡ്രസ് ഇവൾക്കും വാങ്ങിച്ചു കൊടുത്തു. ദിസ് ഈസ് ആഞ്ചലീന, ഫോറിൻ മെഡിക്കൽ കമ്പനിയുടെ MD ആണ്. അവർക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട കോൺഫറൻസ് ഉണ്ട്. പക്ഷേ ഇവരുടെ ജീവൻ അപകടത്തിലാണ്.
അതിനെന്താ? അവർക്ക് പകരമായിട്ട് കാറിൽ നീ പോവുകയാണെങ്കിൽ അവർ സേഫ്. നിനക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ അതെടുക്കാനുള്ള പണിയാ? അതല്ല മഹിമ, ഇതൊരു സീക്രട്ട് ഓപ്പറേഷൻ ആണ്. നിന്റെ വീട്ടുകാരെല്ലാവരും തന്നെ IPS ആണ്. നിന്റെ സ്പോണ്ടേനിയസ് തിങ്കിങ്ങും പിന്നെ മതി. നീ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, പോയി തൊലഞ്ഞേക്കാം. What is she saying? I'm saying I'm very happy to do this to you. Oh, thank you. You're welcome. See you. ടേക്ക് കെയർ. പ്രമോദ് ഓൺ ദ വേ. മിത്രൻ, എവിടെയാ നീ? ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. സാർ ഞങ്ങൾ മുമ്പിൽ തന്നെയുണ്ട്. ഞങ്ങളുടെ റൂട്ട് വളരെ ക്ലിയർ ആണ് സാർ. ഓവർ. Thank you for the warm welcome and for the opportunity. I think this could be a great value proposition. സാർ, പെരുമാൾ സ്വാമി നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡിന് മറുവശത്ത് നിൽക്കുക. പക്ഷേ സസ്പെക്ട് ചെയ്യുന്നത് പോലെയുള്ള ആക്ടിവിറ്റീസ് അവൻ വെറുതെ ഒന്നും അങ്ങനെ ഇറങ്ങില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവും. കീപ് വാച്ചിങ്. ബി അലർട്ട്. ഓക്കെ സാർ. ഗൈസ്, ബി അലർട്ട്. അഭിനയിച്ചാണല്ലേ? എന്താ മഹി ഈ സമയത്ത് നീ ഇങ്ങനെ? നീ മാത്രം ഒന്നും പറയാതെ എന്നെ വിളിക്കും, കൊല്ലാൻ വേണ്ടി ഏതെങ്കിലും കാറിലേക്ക് കയറ്റി അയക്കും. ചിലപ്പോ പ്രേമാന്നും പറഞ്ഞ് ഞാനിങ്ങനെ പുറകെ നടക്കുമല്ലേ, ഒറ്റയടിക്ക് പാക്ക് ചെയ്ത് കൊല്ലാൻ പോവാണെന്നാ ഞാൻ വിചാരിച്ചത്. എന്നാ അങ്ങനെയല്ല, സാറിനും എന്നോട് സ്നേഹമുണ്ട്. നീ ഒന്ന് പോ നോക്ക്, വേഗം പോ. അവിടെ ഏഞ്ചലിനെ സേഫ് ആയിട്ട് റീച്ച് ചെയ്തില്ലേ? സർ, ഷീസ് ഫൈൻ സർ. എല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്. അവർ 4th ഫ്ലോറിലുണ്ട് സർ, വിത്ത് ആം ഗാർഡ്സ്. ആ ഫ്ലോറിൽ വേറെ ആരും ഇല്ലല്ലോ? വേറെ ആരുമില്ല സർ, എല്ലാരും വെക്കേറ്റ് ചെയ്തു. കെയർഫുൾ ആയിട്ടിരിക്കും. നേരത്തെ കൈവച്ച് തെറിയുന്നുണ്ട്. Excuse me. Call from India? Hello? What the hell is happening out there? Are you trying to kill me and take Please, over my ma'am, there's been a company? mistake. I've done nothing wrong. You gotta trust me. Once my foot steps on Swiss soil, you're finished. Wait, ma'am. Damn. You said she'd be dead by now. She just fired my... 10 o'clock right now. She should have been dead at 9:30. My career is finished. I'm done. Andy, you gotta calm down. I can take care of this. Just give me 5 minutes. Please go inside, I'll be. 5 minutes. Yeah, Good. of course. I will join you. 5 minutes. Shit.